അല്ലേ കുഞ്ഞേനാച്ചൻ ഉറങ്ങിയോ? ഒന്ന് മയങ്ങിയല്ലയോ? എന്തവാ? അപ്പച്ചനൊന്ന് മയങ്ങിയല്ലയോന്ന്. മയങ്ങിയതല്ല, കുത്തശ്ശേരിയുടെ ലോനയുടെ കാര്യം പറഞ്ഞില്ലയോ അച്ഛൻ? അന്നേരം അത് ഓർത്തു പോയതാ. കുത്തശ്ശേരിയിലെ ലോനയോ? എന്തുവാ? ആ, അയാൾക്ക് ചന്തയെ നിലപാടായിരുന്നല്ലോ. അപ്പനുമായിട്ടൊരു തർക്കമുണ്ടായിരുന്നു അയാൾക്ക് പണ്ടാ. അപ്പം വിടുവോ, കണക്കിന് കൊടുത്തു. അപ്പച്ചൻ അങ്ങനെ ഉണ്ടച്ചോ, ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ പോവും. ആന്നു. പഴയ കാലം ഓർക്കും ഇടയ്ക്കിടയ്ക്ക്. അല്ലേ കുഞ്ഞേനാച്ചൻ എന്തോനായി ഇപ്പൊ പഴയ കാര്യം ഓർക്കുന്നേ? സ്വസ്ഥമായിട്ട് കർത്താവിന് വിചാരിച്ചുകൊണ്ടിരിക്കണം. എല്ലാം കൂടായിട്ട് നല്ലൊരു ജീവിതമല്ലയോ പിന്നിട്ടേക്കുന്നേ? ഉള്ള കാലത്ത് അധ്വാനിച്ച് കുഞ്ഞുങ്ങൾക്ക് വീതം കൊടുക്കത്തക്കവണ്ണം മുതലുണ്ടാക്കി. വേദവിപരീതം ചെയ്തിട്ടില്ല. പിന്നെ ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു യുദ്ധമാ. യുദ്ധത്തിൽ തന്ത്രം വേണം. തന്ത്രമില്ലാതെ പറ്റത്തില്ല. ഈജിപ്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ഇസ്രയേലുകാരോട് കർത്താവ് അവരെ കൊള്ളയടിക്കാൻ പറഞ്ഞില്ലയോ? അവിടുത്തെ ജനത്തോട് അവിടുന്ന് ഉപദേശിച്ചല്ലയോ? അതുകൊണ്ട് അതും ഇതും ആലോചിക്കുന്ന എന്തോ ഇതിനാ. ആലോചിച്ച് ദുഃഖിക്കരുത്. ദുഃഖിക്കാനുള്ളതല്ല ജീവിതം. കർത്താവിന് വിചാരിക്കേ, പഴയ വഴിയെല്ലാം അവൻ പുത്തനാക്കി തരും. അല്ലേ, അത് തന്നെ വേണ്ടേ. അതൊന്നും അറിയാത്ത ആളല്ല കുഞ്ഞാനാപ്പിള. കർത്താവ് തെരഞ്ഞെടുത്ത് നിയോഗിച്ച ആഹാബ് രാജാവ് എന്തുവാ ചെയ്തേ? കർത്താവ് മുടിക്കാനെ കൊണ്ട് തിരഞ്ഞെടുത്ത ജനവുമായിട്ട് ഉടമ്പടിക്ക് പോയി. എന്നാ അദ്ദേഹം ചണതലയിൽ കെട്ടി ചാക്കുമുടുത്ത് തലകുമ്പിട്ട് നടന്നപ്പോഴോ അവിടുന്ന് ക്ഷമിച്ചു. അവനുള്ള ശിക്ഷയിൽ ഇളവ് കൊടുത്തു. അതാ അവിടുത്തെ കൃപ. തൻ്റെ സകലതും നഷ്ടപ്പെട്ടിട്ടും ചാരത്തൊട്ടി ചൊറിയും തൊട്ടിരുന്നിട്ടും കർത്താവിനെ തള്ളിപ്പറയാത്ത യോബ് ദൈവനീതിക്കുള്ള സംശയത്തിന് മറുപടി പറഞ്ഞത്, കർത്താവിന് മുന്നേ ആർക്ക് നീതിമാനായിരിക്കാമെന്നല്ലയോ അച്ചോ? ആർക്ക് പറ്റുവച്ചോ? അതെ. പിന്നെ പുത്തൻ മഴയ്ക്ക് ഒലിച്ചു പോകുന്ന എറുമ്പിനെ കൂട്ടുള്ള മനുഷ്യര്, ഒരു പുളിയിലേക്കേറി ലോകം കാണുന്ന വെട്ടിച്ചാടിയപ്പോഴുള്ള നമ്മൾ ചെറിയ മനുഷ്യരല്ലയോ അച്ചോ? ആന്നു കുഞ്ഞേനാച്ചൻ പറഞ്ഞത് നേരാ. ആകാശത്തിന് കീഴേ സംഭവിക്കുന്നതെല്ലാം ജ്ഞാനത്തോടെ ആരാഞ്ഞറിവാൻ ഞാൻ പരിശ്രമിച്ചു. വ്യഗ്രതയോടെ ചെയ്യുവാൻ ദൈവം മനുഷ്യനെ ഏൽപ്പിച്ച ജോലി എത്ര ക്ലേശകരമാണ്. സൂര്യന് കീഴേ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും ഞാൻ വീക്ഷിച്ചു. എല്ലാം മിഥ്യയും പാഴ്വേലയുമത്രേ. വളഞ്ഞത് നേരെയാക്കാൻ ആർക്കും കഴിയുകയില്ല. ഇല്ലാത്തത് എണ്ണുക അസാധ്യം. ജെറുസലേമിൽ എനിക്ക് മുമ്പുള്ള എല്ലാ രാജാക്കന്മാരെക്കാളും അധികം ജ്ഞാനം ഞാൻ സമ്പാദിച്ചു. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും യഥാർത്ഥ രൂപം അനുഭവിച്ചറിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചു. ജ്ഞാനത്തെയും അറിവിനെയും ഉന്മത്തതയെയും ഭോഷത്വത്തെയും വിവേചിച്ചറിയാൻ ഞാൻ ഉദ്യമിച്ചു. അതും പാഴ്വേലയാണെന്ന് ഞാൻ കണ്ടു. കാരണം ജ്ഞാനമേറുമ്പോൾ ദുഃഖവുമേറുന്നു, അറിവ് വർദ്ധിക്കുമ്പോൾ വ്യസനവുമേറുന്നു. ഈശോ എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ
വേറെയില്ലൊന്നും. യേശു മാത്രം സമ്പത്താകുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും. യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വെന്നുയർത്തവൻ വാനലോകമതിൽ ചെന്നു. സാധു എന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. അല്ലേ, ഇതാരാ? കുഞ്ഞിറക്കനല്ലയോ? അപ്പനെ കണ്ട് അന്വേഷിക്കാൻ വന്നയാന്നോ? ഞാൻ പോവാ. അല്ലേ, പോവാന്നോ കുറുപ്പേ? ഞാനും ഉണ്ട് കൂടെ. അത് ശരി, വെറും കൈയുമായിട്ടല്ല, കയ്യിൽ ഏതാണ്ട് ഉണ്ടല്ലോ. ഇച്ചിരി മാട്ടിറച്ചി ആച്ചു. നമ്മുടെ അവറാനും ഒക്കെ ചേർന്ന് കടവത്തൊരു കാളയർത്ത്. അല്ലേ, കാലത്ത് കണ്ടിട്ടും അവരാൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എന്തു ആച്ചു? ഒന്നുമില്ല. ഇസഹാക്കിന്റെ അടുത്ത് അനുഗ്രഹം വാങ്ങാൻ വന്ന അബ്രഹാമിന്റെ കൂട്ടിറങ്ങിയേക്കോ അല്ലയോ? പിന്നെ കുഞ്ഞേനാച്ചന് കണ്ണ് നല്ലപോലെ കാണും കേട്ടോ. ആ കുഞ്ഞേനാപ്പിളെ, ഞാനങ്ങ് ഇറങ്ങുക. ഞാനങ്ങ് ഇറങ്ങുക. ആ, ഇതങ്ങ് വാങ്ങിയിരി. ചൊവ്വേ മല്ലിയും മുളകും ചേർത്ത് അപ്പന് കറി വെച്ച് കൊടു. എങ്ങനെ മുതൽ ചെലവാക്കി വല്ലതും തിന്ന് ജീവിച്ച അപ്പനാ. ആ, ഞാൻ നിവർത്തികെട്ടവനായിട്ടല്ലയോ? അല്ല, ഇങ്ങനെ ഇട്ടേക്കോ എൻ്റെ അപ്പനെ. പിന്നെ പറയുന്ന കൊണ്ട് അപ്പനൊന്നും തോന്നരുത്. ദീനാമയും കേൾക്കാനാ പറയുന്നത്. എന്തവാ? ആ വാല് നോക്കി കുറിപ്പ് എപ്പോഴും എന്തിനാ ഇവിടെ വരുന്നത്? അവനെ വേലിക്കകത്ത് കയറ്റാൻ കൊള്ളാവുന്നവനാണോ? നമ്മളെ തല്ലിക്കൊല്ലാൻ കരക്കാരെയും ചേർത്ത് വന്ന വീട്ടിലെ സംബന്ധക്കാരനല്ലായിരുന്നു അവൻ. അപ്പന് വർത്താനം പറയാൻ നമ്മുടെ കൂട്ടത്തിൽ കിട്ടത്തില്ലയോ ആരെ? ആ, ഇച്ചരെ കഞ്ഞി തെളിച്ച വെള്ളം ഉണ്ടെങ്ങാട്ടോ ദീനാമോ? ഓ, അല്ലേ, അപ്പന് ദേഷ്യമൊന്നും തോന്നരുത് ഞാൻ പറയുന്നതിന്. ഒരു ദോഷവും വരല്ലേന്ന് വിചാരിച്ച് പറഞ്ഞ ഞാൻ. അപ്പൻ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ മിണ്ടുന്ന എന്തോയിനാ, നീ അങ്ങ് പറയുമല്ലയോ. അപ്പ കെറിവിച്ചോ? എന്തോയിനാ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താവാ? കഴിഞ്ഞ ചിങ്ങത്തി തൊട്ട് ഇങ്ങോട്ട് പഴയ കുളത്തിലെ രാമകൃഷ്ണന്റെ കടയിൽ നിന്ന് പറ്റു വാങ്ങുക. കൊടുത്തേം വാങ്ങിച്ചൊക്കെ ചേർത്ത് കണക്കിണക്കിയപ്പോൾ ഉണ്ട് ഇപ്പം 10-60 രൂപ കൊടുക്കാൻ കിടക്കുന്നു. അയാൾക്ക് തന്നെ ഉടനെ വേണം. പോടാ പോന്ന് പറയാൻ പറ്റുമോ? ഇനിയും വാങ്ങിക്കണ്ടായോ? വേറെ എവിടെ ചെന്ന് വാങ്ങിക്കും? അതിന് എൻ്റെ കൈ എവിടുന്നാടാ കായ്? ഉള്ളതെല്ലാം തന്നില്ലയോ? എന്നാ ഞാൻ പോയി ചോദിച്ചു നോക്കട്ടോ വല്ലവരോടും. എരന്നാ കിട്ടുമെങ്കിൽ തീർക്കാം, അല്ലേ വായി തുണിയും തിരികെ കിടക്കാം. അപ്പാ അപ്പാ, അന്ന് പീലിപ്പോച്ചൻ തന്ന കായ് അപ്പൻ്റെ ഇരിപ്പുണ്ടോ? കൊണ്ടേ ചെറുക്കം വരുമ്പം മടക്കി തന്നേക്കാം. അല്ലേ, അത് സമ്പാദിക്കാൻ വെച്ചേക്കുവാന്നോ? ചെലവായി കാണും. എന്നാ ഞാൻ പോട്ടപ്പാ. പെണ്ണേ, പെണ്ണെന്തീ? ദാ വരുന്നപ്പച്ചാ. എന്താ വാപ്പച്ചാ? കാലായിലെ ചെറുക്കം കൊണ്ടുവന്ന രൂപയില് ഇനി എത്ര ഇരിപ്പുണ്ട്? 10-50 കാണും. ആ, അതെടുത്ത് നിന്റെ ഇച്ചായന് വായ്പ കൊടു.
അപ്പച്ച അത് കൊട്. നാളെയോ മറ്റന്നാളോ ചെറുക്കം വരുമ്പോ അവൻ രൂപ ഇങ്ങ് കൊണ്ടുതരും. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. കുറുന്തോട്ടിക്കും വാദം വരുന്ന കാലമല്ലയോ. അതുകൊണ്ട് ഇപ്പൊ ഒന്നേ ചെയ്യാനുള്ളൂ. വരുന്ന മഴക്കാലം പിടിച്ച് ഇച്ചിരി ഗുൽഗുലി തിക്തകം അങ്ങ് സേവിക്കണം. പെരട്ടാനെ രസോത്തമാതി. പിന്നെ പിണ്ടതൈലം വെച്ച് കാലത്തെ ഒരു തേച്ചു കുളിയും. ഇതിനൊക്കെ മുന്നേ ഒന്ന് ഉദരശുദ്ധി വരുത്തുകയും വേണം. എന്താവാ? ഒന്ന് വയറിളക്കണമെന്ന്. അല്ലേ, വൈദ്യര് വർഗീയുടെ ചൊറിക്കാന്നോ മരുന്ന് പറയുന്നേ? അത് വർഗിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയല്ലോ. മരുന്നിന് തീരുന്നതാന്നോ വൈദ്യരെ ഈ പാരമ്പര്യ ഗുണം? എന്റെ പൊന്നച്ചോ, ഞാൻ അതല്ല ആലോചിക്കുന്നേ. വൈദ്യര് കയറി അങ്ങ് ചികിത്സിച്ച് വർക്കിയുടെ ചൊറി അങ്ങോട്ട് മാറിയാ പിന്നെ നമ്മൾ എന്തോ വിളിക്കും? വേണ്ടേ, ചൊറിയൻ വർക്കി എന്നുള്ള വിളിയൊക്കെ പിന്നെ വെറുതെ ആവില്ലേ? ഇങ്ങോ നോക്കിയേ, എനിക്കങ്ങ് പോണം. ആ എടോ വർക്കി, വല്ലവരും പറയുന്നതായിട്ട് അമാന്തിച്ചേക്കല്ലേ. നീ അങ്ങോട്ട് വന്നേക്കണം. മരുന്ന് ഞാൻ തരാൻ നിനക്ക്, കേട്ടോ? ഓ ആ കുട്ടപ്പാ, ഞാൻ പോയേച്ചും വരാം. അല്ലേ, കാരണം ഒരു വൈദ്യരെന്താ കണ്ടിട്ടില്ലാത്ത പോലെ നോക്കുന്നേ? ആണ്ട വൈദ്യരെ, വർക്കി പോയി. ഷടാ, കണ്ണ് തെറ്റിയപ്പോഴേക്കും അങ്ങ് കൂട്ടത്തിമാർ വണ്ടു വിളിച്ചിട്ട് അങ്കിട്ട പോച്ചിട്ടാ കുറവ അങ്കിട്ട പോച്ചിട്ടാ. അതെ, കുറുപ്പച്ചൻ എന്തുവാ റോഡിൽ നിന്ന് തിരുവാതിരയാന്നോ? ഒരു കൊച്ചുപിടിച്ചേ, നീ കയറി അങ്ങ് വിളങ്ങിയല്ലോടി. അതെ കുറുപ്പച്ച, തേച്ച് വിളക്കിയതാ. കയ്യാലിരിക്കുന്ന കയറ് കണ്ടില്ലയോ? പിന്നെ തേച്ച് വിളക്കിയെങ്കിലേ ഇത്തിരി പുളിവെള്ളവും കൂടി അങ്ങ് പിഴിഞ്ഞോ, എന്നാ പിന്നെ വെളുത്തു ഇരിക്കും. അല്ല പിന്നെ കറുത്ത് പോയില്ലേ കുറുപ്പച്ച? ഇനി ഇപ്പോഴും വെളുപ്പിക്കാൻ പറ്റുമോ? അല്ലേ, നിനക്കങ്ങ് ഉള്ളി കൊണ്ടുപോയോ? കറുപ്പിന് 7 എന്നാ പ്രമാണം. അഴകിന്റെ കാര്യമാ പറഞ്ഞേ. വാ ചേച്ചി, അങ്ങേര് ഇണക്കവും പറഞ്ഞോണ്ട് നിൽക്കും. വൈകിയാലേ ചന്തേന്ന് കൈയും വീശി പോണ്ടി വരുവേ. നില്ലേ, നീ വലിയ വട്ടവാനം പറയല്ലോടി. നീ കടയിൽ നിന്ന് കരിപ്പട്ടിയും വാങ്ങിക്കൊണ്ട് പോയച്ച് കായ് ഇതുവരെ കൊണ്ട് തന്നില്ലല്ലോ. കരിപ്പെട്ടി വാങ്ങിച്ചേ കാപ്പിയിട്ട് കുടിക്കാനാ, കായ തരാനല്ല. പോയേച്ചും വരാം. പോവാണോ? അങ്കിട്ടപ്പോ ചിന്തട്ടാ കുറവ അങ്കിട്ടപ്പോ ചിന്തട്ടാ. കുറുപ്പച്ചന് ശൃംഗാരമാ. വഴിയെ പോകുന്ന പെണ്ണുങ്ങളായാലും കുറുപ്പച്ചനൊന്ന് കണ്ടേച്ചുമേ പോകത്തുള്ളൂ, അല്ലയോ? എന്തുവാ വൈദ്യരെ പറയണ്ടിയേ? ഇതിനൊക്കെ വേണം ഒരു ഈശ്വര യോഗം, ഇല്ലടാ കുട്ടപ്പാ? അതെ അതെ. ഇരുന്നാട്ടെ. ഇരുന്നാട്ടെ. ഡേയ്, ആ കുറുപ്പച്ചന് പാട്ട് തന്നെ. പാട്ട് പാടി പാട്ട് നോക്കി നടക്കും, അല്ലയോ? മൂന്നാംകുറ്റി പഴവീടമ്പലത്തിന്റെ തെക്കേറ്റ് ഒരു കല്യാണത്തിന് പോയി. അതാ കടയിൽ പോയില്ല. കടയിൽ പോകാതിരുന്നപ്പോഴ് എന്നാ ഒന്ന് സൗരം ചെയ്യാമെന്നും വിചാരിച്ചു. അത് ശരി. അപ്പൊ സദ്യ അടിച്ച് കിറങ്ങി വന്നേക്കും, അല്ലയോ? സദ്യ കൊള്ളായിരുന്നോടോ കുറുപ്പേ? ഉള്ളത് പറയാമല്ലോ, നന്നായില്ല പറ്റിയത്. അതാ ഇപ്പോഴും സങ്കടം.
ഓലനും അവിയലും ഒന്നും അങ്ങോട്ട് നന്നായില്ലെന്നെ. എന്തോ ഇന പരിപ്പ് തൊട്ടേ കുഴപ്പമായിരുന്നു. അതാ ഈ പറഞ്ഞ കൂട്ട് നന്നായി ഉണ്ടാക്കണം. നേരെ വെച്ച ഒന്ന് മതി കറി, ഒരുപാടൊന്നും വേണ്ടെന്നേ അല്ലയോ? ചേലോടഴും വഴുതനങ്ങ പറിച്ചു നന്നായി 4 പൊളിച്ചു നടുവേ ചെറുതായി നുറുക്കി ആലോല നീലമിഴിയാൾ അവൾ താനേ വെച്ച ആലോല ലോലൻ ഒന്നു മതി എന്തിനു 100 വട്ടം. നേരാ കുറുപ്പച്ച, നല്ല ആന്നേ, ഒരു വട്ടം മതി. 100 വട്ടം എന്തോയിനാ? വേഗം ആകട്ടോ. ആണ്ടേ പുറത്തു വന്ന് തിണ്ണാരങ്ങിയച്ച് തെണ്ടി തിന്നുന്ന കണക്ക് പറയുന്നത് കേട്ടില്ലയോ? എഴീച്ച് വല്ലയിടത്തും പോട്ടെ. ആ കഴിഞ്ഞ്. ആ ഉപ്പേരി എന്ന് പറഞ്ഞാൽ അതിന് പാകമുണ്ട്. വായിട്ട കറുമുറായിരിക്കണമെന്നാ. ഇതിപ്പോ കുളുത്തുപോയെന്നെ. വായിട്ട ഇറക്കുന്ന കാര്യമല്ല, തുപ്പുന്ന കാര്യം ഓർക്കുന്നേ. അതെ ഉപ്പേരി തണുത്താ സദ്യ ഉറങ്ങിന്നല്ലയോ? നേന്ത്രക്കാനാലുകീറി പുനരതു ചതുരാഖണ്ഡം നുറുക്കി ചന്തത്തിൽ ചാരുമോറിൽ കറയുമതു കളഞ്ഞുഷ്ടതോയത്തിലിട്ട് നെയ്യിൽ ഭൂയോ വറുത്തിട്ട് അഴകൊടുകുളവും ജീരകം ചുക്കുമെല്ലാം കൂട്ടിച്ചേർത്തു വെച്ചാൽ അമൃതൊടു സമമാം ശർക്കരുപ്പേരി കൊണ്ടാ. എന്റെ കാരണവർ വൈദ്യരെ, നിങ്ങളും ഇങ്ങനെയാന്നോ? വല്ല തോണ്ടി തിന്നുന്ന കണക്കും പറഞ്ഞോണ്ടിരിക്കാൻ. അല്ലേ നിങ്ങൾക്ക് നെറിയുമാനൊന്നും ഇല്ലയോ? അല്ല, നാണവും മാനവും കെട്ടവന്മാർക്ക് പറ്റും, തെണ്ടാനും തോണ്ടാനും അല്ല. ചോറൂറ്റുന്നിടത്തുനിന്ന് ഉരുള വിഴുങ്ങാൻ നടക്കുന്ന തെണ്ടികളുണ്ട്. കുഞ്ഞിറക്ക് മാപ്പിള അപ്പറഞ്ഞത് കൊള്ളരാതിരിക്കുക. അതും ഇതും പറഞ്ഞും പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. വിഴുങ്ങിയ ഉരുളകൂട്ട പറയുന്ന വാക്ക് അത് നേത്ത് പിടിക്കും. എന്തോ കൊള്ളരുതായ വൈദ്യരെ, വല്ലയിടത്തുനിന്നും വന്ന് 2-3 സംബന്ധവും ചെയ്ത് നാട്ടിൽ പെരണ്ട് കിടക്കുന്നവന്മാരെ പിന്നെ എന്തുവാ പറയണ്ടേ? സംബന്ധ വീട്ടിൽ നിന്ന് തോണ്ടിത്തിന്ന് ശീലിച്ച അത് കണ്ടാ പറയും. എന്തോ കൊള്ളരുതായി എന്ന് പറഞ്ഞാലും ഇനിയും പറയും. കുഞ്ഞുവർക്കം മാപ്പിളക്ക് ശത്രു ഞാനാ വൈദ്യരെ. പക്ഷെ ഒരു കാര്യം പറയാം, ഞാൻ വരത്തനാ. നിങ്ങളുടെ നാട്ടിൽ വന്ന് സംബന്ധം ചെയ്തെന്നേ ഉള്ളൂ. സംബന്ധം 2 എണ്ണം മുടങ്ങുകയും ചെയ്തു എന്നും പറഞ്ഞേ ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തെണ്ടാനും തോണ്ടാനും ഒന്നും വന്നിട്ടില്ല. അപ്പോ നാട്ടിൽ നിന്ന് ഇയാള് തോണ്ടി തിന്നുന്നല്ലയോ? ഇതാ വൈദ്യരെ കൊള്ളരുതാഴിക എന്ന് പറയുന്നത്. അല്ലാതെ ഇയാള് ചെയ്യുന്നേം പറയുന്നൊന്നുമല്ല. എന്റെ കുഞ്ഞീർക്കം മാപ്പിള കാലത്തേക്ക് അത്രയും കൊണ്ട് കാത്തിരിക്കുക. വല്ലവരും വന്ന് മുടിവെട്ടേച്ച് വേണം അരി വാങ്ങാനൊക്കെ ഉണ്ട്. കടത്തിൻ്റെ ഇരുന്ന് മൂച്ചടിച്ചേച്ച് വഴക്കും വക്കാണം ഉണ്ടാക്കി എന്റെ കഞ്ഞി പാറ്റയിടല്ലേ. ഓ, നായ്ക്ക് ചരിച്ച് 4 അണ കിട്ടുമെങ്കിൽ നീ അതും ചെയ്തോ? ഞാൻ പോവാ വൈദ്യരെ. പിന്നെ ഇയാള് നാക്കി ചരിക്കുന്നതിന്റെ കാര്യം പറഞ്ഞു. നാട്ടുനായ്ക്കും വടക്കേത്ത് തന്നെ ഊണ്. ഇയാളുടെ വാക്കിന് അത്രയ്ക്കേ വിലയുള്ളൂ. ഇയാളുടെ വാക്കിന് എന്റെ ഒരു പൂട പോലും കൊഴിയത്തില്ല. കന്നം തരുവോ പറയുന്നത്? ആ കുഞ്ഞീർക്കം മാപ്പിളെ, എന്റെ കായ് എന്നേച്ചു പോവാൻ. ഇന്നാളത്തെ കണക്ക് ചക്കാത്തിന് ഒപ്പിച്ചാച്ച് പോവുക. എവിടെ നിൽക്കാൻ? എന്റെ കായ് എന്നേച്ചു പോ. ആണ്ട എന്റെ കായ്. എവിടെ നിന്നേ? ഇതെന്ത് തൊന്തരവെന്ന് പറ. മുടിയും വെട്ടി താടിയും മീശയും മടിച്ചാച്ച് ഇതെവിടുത്തെ പണിയാ കാണിച്ചേ? എന്റെ കഴിവക്കേട് കാണിക്കരുത്. കായ് എന്നേച്ചു പോ. വിളിച്ചു കൂവിയ ഇയാൾക്ക് കായ് നാട്ടുകാർ വരുവോ? എന്നാ കൂവിയാട്ടെ, തരുവാന്ന് നോക്കാം. ദേ ജീവിക്കാനാ ഞാൻ ഈ പണി ചെയ്യുന്നേ. അത് ഓർത്തേച്ച് മൂച്ചടിച്ചാട്ടെ. എന്റെ ലെങ്ങുമില്ല 10ന്റെ കായ്. കെട്ടിയിട്ടടിച്ചാൽ മൂത്രം പോകത്തില്ല. അതാ സ്ഥിതി. ഇയാള് മിടുക്ക് കാണിക്കാൻ വന്നോ? നീയേ നിന്റെ കത്തി കല്ലേലൊന്നും അല്ല ഇട്ട് തേച്ചേ. എന്റെ മുന്നിക്ക് തന്നെ അല്ലയോ? അതങ്ങ് തേഞ്ഞു പോകത്തൊന്നുമില്ല അല്ലേ? ഇത് കാട്ടിൽ നായ്ക്ക് ചെറിക്കുന്നായിരുന്നു നല്ലത്. 4 അണ കിട്ടിയേനെ.